മൗത്ത് ബ്രീത്തിങ് അഥവാ വായിലൂടെ ശ്വസിക്കുന്നത്. കുട്ടികളിൽ ഏറ്റവും സാധാരണമായി കണ്ടുവരുന്ന ശീലങ്ങളിലൊന്നാണ് വായിലൂടെ ശ്വസിക്കുന്നത്. ഇത് മുകളിലെ ശ്വാസനാളത്തിൻ്റെ തടസ്സം മൂലമാണ് ഉണ്ടാകുന്നത്. മൂക്കിലൂടെ ശ്വസിക്കുന്നതിന് പകരം വായിലൂടെ ശ്വസിക്കുന്ന ഒരു ഹാബിച്വൽ കണ്ടീഷനാണ് മൗത്ത് ബ്രീത്തിങ് അഥവാ വായശ്വസനം. 6 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഇത് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. എന്തൊക്കെയാണ് ഇവരിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ? ഈ ശീലമുള്ള കുട്ടികളിൽ കാണുന്ന പ്രധാന സവിശേഷതകൾ മാലൊക്ലൂഷൻ അഥവാ പല്ലുകളുടെ നിര തെറ്റിയ അവസ്ഥ, ദന്തക്ഷയം, അഡിനോയിഡ് ഫേഷ്യസ് അഥവാ നീളമുള്ള നേരിയ മുഖം. നിങ്ങളുടെ കുട്ടി വായിലൂടെ ശ്വസിക്കുമ്പോൾ ഉമിനീർ നഷ്ടപ്പെടുകയും വായ വരണ്ടതാവുകയും ചെയ്യുന്നുണ്ട്. ഇതിനു പുറമെ മോണരോഗങ്ങൾ, തൊണ്ടയ്ക്കും ചെവിക്കും പ്രശ്നങ്ങളും വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള കുട്ടികളിൽ മേൽത്താടിയിലെ പല്ലുകൾ മുന്നിലേക്ക് തള്ളി വരികയും കീഴ്ത്താടിയുടെ വളർച്ച മുരടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് മൗത്ത് ബ്രീതിങ് വരാനുള്ള പ്രധാന കാരണങ്ങൾ? ആദ്യമായി, കുട്ടികളിലെ ചുണ്ടിൻ്റെ വലിപ്പക്കുറവ് കാരണം അടച്ചു പിടിക്കുവാനുള്ള ബുദ്ധിമുട്ടിനെ തുടർന്ന് വായ ഓട്ടോമാറ്റിക്കലി തുറന്നു പിടിക്കുകയും അതിലൂടെ കുട്ടികളെ ശ്വാസം എടുക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി, ഹാബിച്വൽ ബ്രീതിങ് ഉണ്ടാവുന്ന കുട്ടികളിൽ ഇത് കൂടുതലും കണ്ടുവരുന്നുണ്ട്. മൂന്നാമതായി, നേസൽ ബോൺ അഥവാ മൂക്കിലെ അസ്ഥിയിൽ ഉണ്ടാവുന്ന വളവ് കാരണം മൗത്ത് ബ്രീതിങ് ഉണ്ടാവാനുള്ള ചാൻസുകൾ കൂടുന്നു. മൂന്നാമതായി, നീണ്ടു നിൽക്കുന്ന അലർജി, ഇൻഫെക്ഷൻസ്, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ, ശ്വാസനാളത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ടും മൗത്ത് ബ്രീതിങ് ഉണ്ടാവാനുള്ള ചാൻസുകൾ കൂടുന്നു. മൂക്കിലുണ്ടാകുന്ന തടസ്സങ്ങൾ, അതായത് മൂക്കിലെ പോളിപ്സ്, അഡിനോയിഡ്സ് കൊണ്ടും മൗത്ത് ബ്രീതിങ് ഉണ്ടാവാനുള്ള ചാൻസുകൾ കൂടുന്നു. വായിലൂടെ ശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങൾ രോഗപ്രതിരോധ ശേഷി കുറയുവാനും അതുപോലെ തന്നെ പലതരം അലർജികൾ ഉണ്ടാകുവാനും കാരണമാകുന്നു. ഇത്തരക്കാര്യം ജലദോഷപ്പനി, ഉയർന്ന രക്തസമ്മർദ്ദം, അതുപോലെ തന്നെ ഉറക്ക തകരാറുകളും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ ആസ്മ, സ്ട്രെസ്, ആൻസൈറ്റി എന്നിങ്ങനെ പലതരം രോഗാവസ്ഥകളും കണ്ടുവരുന്നു. ഇവരിൽ ലങ്സിന്റെ വളർച്ചയും ബാധിക്കുന്നു. പീജൻ ചെസ്റ്റ് പോലുള്ള രോഗാവസ്ഥയും കണ്ടുവരുന്നു. മൗത്ത് ബ്രീത്തിങ്ങുള്ള കുട്ടിയെ എങ്ങനെ ചികിത്സിച്ച് ഭേദപ്പെടുത്താം എന്ന് നമുക്ക് നോക്കാം. ഈ കുട്ടിക്ക് ENT റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമാണോ മൗത്ത് ബ്രീത്തിങ്ങിൻ്റെ കാരണം എന്ന് ആദ്യം നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ENT റിലേറ്റഡ് അല്ല പ്രശ്നം എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഒരു ദന്ത ഡോക്ടറെ സമീപിക്കുക. അങ്ങനെ ദന്ത ഡോക്ടറെ സമീപിക്കുന്നതിന് ശേഷം ദന്ത ഡോക്ടർ ഇത് മൗത്ത് ബ്രീത്തിങ് തന്നെയാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നിരവധി ടെസ്റ്റുകളുണ്ട്. എന്തൊക്കെയാണ് ആ ടെസ്റ്റുകൾ എന്ന് നമുക്ക് നോക്കാം. ഫോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ മൗത്ത് മിറർ ടെസ്റ്റ്, മാസ്ലെസ് വാട്ടർ ഹോൾഡിംഗ് ടെസ്റ്റ്, ജോമാൻസ് ബട്ടർഫ്ലൈ ടെസ്റ്റ്, റൈനോമെട്രി, സെഫലോമെട്രി ഇങ്ങനെയുള്ള നിരവധി ടെസ്റ്റുകൾ ചെയ്തതിന് ശേഷം ഈ കുട്ടിക്ക് മൗത്ത് ബ്രീത്തിങ് തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തി നമ്മൾ ചികിത്സാ രീതികൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഈ ചികിത്സാ രീതികളിൽ മെയിനായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് ഓറൽ സ്ക്രീനാണ്. ഓറൽ സ്ക്രീൻ ഉപയോഗിക്കുന്നത് ഒരു 6 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് കൂടുതലായിട്ടും ഉപയോഗപ്പെടുന്നത്. ഓറൽ സ്ക്രീൻ ഉപയോഗിക്കുന്ന സമയത്ത് കുട്ടിക്ക് വായിലൂടെ ശ്വസിക്കാൻ പറ്റാതാവുകയും പകരം മൂക്കിലൂടെ തന്നെ ശ്വസിക്കാൻ കുട്ടി നിർബന്ധിതനാവുകയും ചെയ്യുകയാണ് അവിടെ. കൂടാതെ ഈ ചുണ്ടിന് വലിപ്പക്കുറവുള്ള കുട്ടികൾക്ക് ചുണ്ടിന് വലിപ്പം കൂടാനും ഓറൽ സ്ക്രീൻ ഉപയോഗപ്പെടുന്നുണ്ട്. ഓറൽ സ്ക്രീൻ കൂടാതെ നിരവധി ലിപ്പ് എക്സസൈസ് വഴി നമുക്ക് മൗത്ത് ബ്രീത്തിങ് മാറ്റാം. അതിൽ ഫസ്റ്റ് നമുക്ക് കൂടുതലായും നല്ലത് ചുണ്ടുകൾ അടച്ചുകൊണ്ട് മൂക്കിലൂടെ ശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന എക്സസൈസുകൾ, പിന്നെ ലിപ്പ് ഫ്ലട്ടറിങ് എക്സസൈസ്, ലിപ്പ് പക്കറിങ് എക്സസൈസ്, ലിപ്പ് റിട്രാക്ഷൻ എക്സസൈസ് ഇങ്ങനെയുള്ള എക്സസൈസുകൾ ചെയ്ത് നമുക്ക് മൗത്ത് ബ്രീത്തിങ് മാറ്റാവുന്നതാണ്.